പകലിൽ ബഹ്റൈൻ വ്യോമസേന പ്രതിരോധിച്ച ചില ആക്രമണങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ബഹ്റൈനിൽ ഇന്ന് സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു. രാജ്യത്തെ വ്യോമപാത ഇപ്പോഴും തുറന്നിട്ടില്ല. എങ്കിലും സമാന്തര യാത്രാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബഹ്റൈനിൽ നിന്ന് സൗദി അറേബ്യ വഴി നാട്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള പാത തുറന്നിട്ടുണ്ട്. സിറാജ് പള്ളിക്കര ബഹ്റൈനിൽ നിന്ന് വിവരങ്ങൾ നൽകും. സിറാജ, മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ബഹ്റൈൻ പൊതുവെ ശാന്തമായിരുന്നു. കാര്യമായ ആക്രമണ ശ്രമങ്ങളൊന്നും ഇറാന്റെ ഭാഗത്ത് നിന്ന് ബഹ്റൈനെ നേരിടേണ്ടി വന്നിട്ടില്ലേ? തീർച്ചയായും ബഹ്റൈനിൽ ഇന്ന് പകലിൽ ചിലയിടങ്ങളിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ബഹ്റൈൻ വ്യോമസേന ആകാശത്ത് വെച്ച് തന്നെ അത് ഫലപ്രദമായി പ്രതിരോധിക്കുകയായിരുന്നു. രാജ്യത്ത് ജനജീവിതം ഇന്ന് സാധാരണ നിലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. വളരെ ശാന്തമായ സ്ഥിതിയായിരുന്നു. പക്ഷേ ഇന്നും വ്യോമപാത അടച്ച സ്ഥിതിക്ക് മാറ്റമുണ്ടായിട്ടില്ല. സിവിൽ ഏവിയേഷൻ അഫയേഴ്സ് വ്യോമാതിർത്തി സുരക്ഷിതമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അടുത്ത അറിയിപ്പ് നൽകിയാൽ ഉടൻ തന്നെ സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം നാട്ടിലേക്ക് അടിയന്തരമായി ബഹ്റൈനിൽ നിന്ന് യാത്ര ചെയ്യേണ്ട പ്രവാസികൾക്കായി മുംബൈയിലേക്ക് ദമാം വഴി പ്രത്യേക സർവീസ് ഇന്നു മുതൽ ഗൾഫ് എയർ ആരംഭിച്ചിട്ടുണ്ട്. ബുക്കിങ്ങിനായി ഗൾഫ് എയറിന്റെ വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ ഇതിനായി ബുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ബഹ്റൈനിലേക്ക് വരാനോ പോകാനോ അർഹതയുള്ള യാത്രക്കാർക്ക് മാത്രമാണ് ഈ സേവനം ലഭ്യമാവുക. സൗദി അറേബ്യ വഴി യാത്ര ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യൻ എംബസിയും മുൻകൈയെടുത്തൊരുക്കുന്നതായി അംബാസഡർ വിനോദ് ജേക്കബ് അറിയിച്ചിട്ടുണ്ട്. ഗൾഫ് എയറുമായി സഹകരിച്ച് മാർച്ച് 14 അല്ലെങ്കിൽ 15 ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ചാർട്ടേഡ് വിമാനം ബഹ്റൈൻ കേരളീയ സമാജം മുൻകൈയെടുത്തും ഒരുക്കുന്നുണ്ട്. ബഹ്റൈനിൽ നിന്ന് അടിയന്തരമായി നാട്ടിലേക്ക് പോകേണ്ട യാത്രക്കാർക്ക് അവരെ ദമാമിലേക്ക് ബസ് മാർഗം കൊണ്ടുപോകാനും ഗൾഫ് എയർ സംവിധാനം ഒരുക്കുകയും അവിടെ നിന്ന് വിമാനം പുറപ്പെടുകയുമാണ് ചെയ്യുക. മറ്റൊരു പ്രധാന കാര്യം, ബഹ്റൈൻ എയർപോർട്ടിലെ വിമാനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി സിവിൽ ഏവിയേഷൻ അറിയിച്ചു എന്നതാണ്. എയർപോർട്ടിൽ ഉണ്ടായിരുന്ന യാത്രക്കാരില്ലാത്ത ഗൾഫ് എയർ വിമാനങ്ങളും വിവിധ കാർഗോ വിമാനങ്ങളുമാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ദിവ്യ.